കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയാമെന്ന് തോന്നുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. എന്റെ പേര് ഹമീദ് ഷാ എന്നാണ് ഫുൾ നെയിം. അപ്പം ഇവിടെ 10-20 കൊല്ലമായിട്ട് അബുദാബി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം മുന്നിലിരിക്കുന്ന ഒരാളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ ഫൈൻ. ഇപ്പം കഴിഞ്ഞു പോയ സുരേഷായിട്ട് ഞാനൊക്കെ 7 കൊല്ലം ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അബുദാബിയിൽ. പിന്നെ പുള്ളി ഇപ്പം നാട്ടിലായിട്ട് എനിക്ക് കുറച്ച് കൊല്ലങ്ങളായി. ഞാൻ ഇവിടെ തന്നെ വിട്ടു. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ, അത് ഞാൻ ഏത് രീതിയിലാണ് ഗൾഫില് ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കേണ്ടത് നിങ്ങളൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന രീതി ഞാൻ പറയും. ഏതാ വേണ്ടത്? അതാണ് ശീലം. ഓക്കെ ഫൈൻ. ഞാൻ ഗൾഫില് ജോലിയെ കുറിച്ച് പറയുമ്പോൾ ഗൾഫിലുള്ള ഓപ്പർച്യൂണിറ്റീസിനേക്കാൾ കൂടുതലും നിങ്ങൾ ഗൾഫിലുള്ള ത്രെറ്റിനെ കുറിച്ച് അറിയേണ്ടത്. എന്തൊക്കെയാണ് ഇവിടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നമുക്ക് കിട്ടിയേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ. അത് എസ്പെഷ്യലി ഈ റീസെന്റ് പാസ്റ്റില് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വരുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ജോബ് മാർക്കറ്റിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇവിടെ. ഒന്നാമത് ആരെങ്കിലും ഒരു ജോലി തരാം, 2 ദിവസത്തിനകത്ത് നിങ്ങൾ കയറി വരേണ്ടി വരും, വിസ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പൈസ 1 രൂപയാണെങ്കിൽ 1 രൂപയെങ്കിലും വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യരുത്. കാരണം അത് ഭയങ്കരമായ ഒരു റിസ്കിലേക്ക് നിങ്ങൾ നയിക്കും. ഫൈനലി നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ കോപ്പിയും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒറിജിനൽ ഡോക്യുമെന്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവരുടെ കയ്യിലായിട്ട് പിന്നെ അത് വെച്ച് നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്നൊരവസ്ഥ, പിന്നെ കേസ് അതിന്റെ പുറകെയൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നിങ്ങളുടെ ഇങ്ങോട്ട് വന്ന് കോൺടാക്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല ഒരു ജോബിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ജോലി തരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് ഒരു ജോബ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തിങ്ക് ട്വൈസ് ഓർ ത്രൈസ് ബിഫോർ യു ജമ്പ് ഇൻടു ദാറ്റ്. ആരോടെങ്കിലും ചോദിക്കുക. ആരോടെങ്കിലും ചോദിക്കാതെ ഈ എനിക്ക് കിട്ടിയ സൗഭാഗ്യം വേറെ തട്ടിയെടുക്കേണ്ട, ഞാൻ രഹസ്യമായി തന്നെ അത് കൈകാര്യം ചെയ്ത് ജോലിയിൽ കയറി പോകാം എന്ന് കരുതി നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ യു ബി ഇൻ ട്രബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളിപ്പോ ഈ 50 പേര് ഒരുമിച്ച് കൂടി നിങ്ങളുടെ ഓരോ 50 പേർക്കും അറിയാം 10-50 പേരെ വെച്ചിട്ട്. അപ്പൊ ഈ ബയോമെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്മോൾ വേൾഡ് വേർ എവരിവൺ ക്യാൻ വി നോ ഈച്ച് അതർ. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തൊരു ഹെൽപ്പ് വേണമെങ്കിലും ഒരാളെ ഫോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾ അന്വേഷിച്ചിട്ട് പറഞ്ഞു തരും. ആ ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഒരു കാരണവശാലും ഒരു ജോബ് ഓഫർ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തൊരു ജോബിലേക്ക് നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു ജോബ് ഓഫർ അയച്ചു തന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു തിങ്ക് എ ലോട്ട് അബൌട്ട് ഇറ്റ്. അത് കഴിഞ്ഞ് അത് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്ത് ഈവൻ 5 പൈസ പോലും വേണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ചതിപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാവും. ലാസ്റ്റ് മൊമെന്റിലായിരിക്കും നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് വരിക. അപ്പൊ അങ്ങനെ പോകാതിരിക്കുക. ഇനി റിലേറ്റഡ് ടു ഗൾഫിലെ ജോലി എന്ന് പറയുന്നത് ഞാനിവിടെ വന്നത് 2001-ലാണ്. ഏകദേശം ഇപ്പം 20 വർഷമായി, 7 വർഷം കഴിഞ്ഞു. ഏപ്രിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. സിനാരിയോ ഡേ ബൈ ഡേ മാറി വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വന്നു നല്ല രീതിയിൽ പ്രൊഫഷണലി നല്ല ഗ്രോത്ത് വരുന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനും ദൈവത്തിന്റെ കൃപ കൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്ത് പോകുന്നു. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഗൾഫിലേക്ക് ഒരു ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അത് ഒത്തിരിയേറെ ചിന്തിക്കണം. കാരണം ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, പിന്നെ ബഹ്റൈൻ ആൻഡ് കുവൈറ്റ്, ഈ പറഞ്ഞ രാജ്യങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് GCC എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോഴേക്കും അവർ ഫൈനാൻഷ്യലി വർഷങ്ങളായി സ്റ്റേബിൾ ആയിട്ടുള്ള, ഇനി അങ്ങോട്ട് ഡെവലപ്മെന്റിൽ അവർക്ക് എങ്ങനെത്താണ്ട് അവർ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അതുപോലെ തന്നെ അത്രയും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അവരുടെ മെഡിക്കൽ സെക്ടർ വർക്ക് ചെയ്യുന്നത്. വർഷങ്ങളായി വളരെയധികം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഓരോ രാജ്യങ്ങളിലും ഹെൽത്ത് കെയർ സെക്ടർ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ എങ്ങനെയാണോ നമുക്ക് ഒരു സിംഗപ്പൂർ ഫാറസ്റ്റിലൊക്കെ എങ്ങനെയാണോ നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റി വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ അത്രയും ക്രിയാത്മകമായിട്ട് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടേക്ക് ഇവര് ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു 10-20-30 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെത്തുന്ന സമയത്തേക്ക് ഒരുപാട് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള മാൻ പവർ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ സർവൈവൽ എക്സിസ്റ്റൻസ് കൂടെ വന്നത്. പക്ഷെ ഇപ്പൊ എത്തുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ തന്നെ പൗരന്മാര് പഠിച്ച് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നാലും നഴ്സിംഗ് ആയിരുന്നാലും ഡോക്ടർ MBBS ആയിരുന്നാലും പഠിച്ച് അവർ തന്നെ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഒത്തിരി പേര് എസ്പെഷ്യലി സൗദിയിലും ഒമാന്റെ നോക്കി കഴിഞ്ഞാൽ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് മെജോറിറ്റിയും അവിടെ ഉള്ളത് ആ രാജ്യത്തെ ആളുകൾ തന്നെയാണ്. ഇപ്പോഴും അത് വളരെ കുറവായിട്ടുള്ളത് UAE മാത്രമേ ഞാൻ കാണുള്ളൂ. ഖത്തറിൽ ഒരു പക്ഷേ കുറവാണ്, കുവൈറ്റിൽ കുറവ് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ
നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മാനേജറായിട്ടോ അല്ലെങ്കിൽ സീനിയർ ലെവൽ പാരാമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ടോ ഒക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ഗവൺമെന്റ് സെക്ടറിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ എന്റെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗൾഫിൽ വരണം എന്നൊരു ആഗ്രഹം ഇവിടെ തോന്നുക. കാരണങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പം 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ചിലപ്പോൾ ആദ്യത്തെ 1 വർഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫെസിലിറ്റി പോയിട്ട് ട്രെയിനിങ് കിട്ടുന്ന ഒരു അവസ്ഥയായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. പിന്നെ ഒരു 6 മാസം നമുക്ക് ഒരു തുച്ഛമായ ശമ്പളം കിട്ടിയത് നമുക്ക് 5,000 രൂപയോ 10,000 രൂപയ്ക്കൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് വരും. അപ്പൊ ഈ നമുക്ക് കരിയറിന്റെ തുടക്കത്തിലാണ് നമുക്ക് ഈ സ്ട്രഗിൾ മൊത്തം. ഒരു 3, 4, 5, 6 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ലൈഫ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹി മൈറ്റ് ബി പ്രോബബ്ലി ഹാപ്പി. അയാൾ വർക്ക് ചെയ്യുന്ന റിഗാർഡ്ലെസ് ഓഫ് വേർ ഹി വർക്ക്, അയാൾ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലാണോ, കേരളത്തിലാണോ, തമിഴ്നാട്ടിലാണോ, അല്ലെങ്കിൽ സിംഗപ്പൂരാണോ, യുഎസിലാണോ നോക്കി കഴിഞ്ഞാൽ 6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അയാളുടെ കരിയറിന് അയാൾക്ക് കൊടുക്കേണ്ട ഫൈനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് സ്വിച്ച് ചെയ്യുന്നത് ഒരു ജോബിന് ഒരു ജോബിലേക്ക്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. അതായത് നിങ്ങൾ ഗൾഫിലേക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങളൊരു 3 വർഷം അല്ലെങ്കിൽ 2.5 വർഷം 3 വർഷം കുറഞ്ഞ ശമ്പളത്തിലായിരിക്കും വർക്ക് ചെയ്ത് മാക്സിമം എക്സ്പോഷർ എടുക്കുക. പറ്റുന്നത്ര അനുഭവം നിങ്ങൾ, അതായത് എക്സ്പീരിയൻസ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ ഗൾഫിലേക്ക് പോകാൻ ശ്രമിക്കുക. ഗൾഫിൽ അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം മനസ്സിലാക്കി, ഗൾഫ് എന്ന് പറയുന്നത് ഇനിയുള്ള ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ റേഞ്ചിൽ, അതായത് നിങ്ങൾ വർക്ക് തുടങ്ങിയ ഒരു ആദ്യത്തെ ഒരു 3-4 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു 3 to 8 years 3 to 10 years ഓഫ് യുവർ ലൈഫിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പററി താവളമായിട്ട് മാത്രമല്ല. പണ്ടൊക്കെ ഗൾഫുകാർ പറയുന്ന പോലെ ഞാൻ 5 മിനിറ്റ് ഗൾഫിൽ പോയിട്ട് വരാം, പൈസ ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഞാൻ പറയുന്നത്. അതിന് സ്കോപ്പ് ഉള്ളൂ. ബയോമെഡിക്കൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂനിയർ എഞ്ചിനീയർ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യന്റെ സ്ഥാനത്തേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിട്ട്, നോർമൽ എഞ്ചിനീയർ ആയിട്ട് ഒരു ഹോസ്പിറ്റലോ ഒരു കമ്പനിയിലോ വർക്ക് ചെയ്യാനുള്ള സ്കോപ്പ് ഈ രാജ്യത്ത് പോകുന്നു. സീനിയർ പോസ്റ്റിലേക്ക് ഗ്രോ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും കാലിബറും ഉണ്ടെങ്കിലും അതിന് നിങ്ങൾ അനുവദിക്കത്തില്ല. അതാണ് സിറ്റുവേഷൻ. ഇപ്പൊ ഒമാനിലേക്ക് ആയിരുന്നാലും UAE ആയിരുന്നാലും കയറി വരുന്ന ആളുകൾക്ക് വർക്ക് ചെയ്യുന്നത് 3,500 ദിർഹംസ് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു 70,000 രൂപ, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രൈസിനെ അവർക്ക് വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് വർക്ക് ചെയ്യുന്നതിന് 3-4 വർഷം വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ 500 ദിർഹംസ്, അതായത് ഒരു 10,000 രൂപ കൂടി കിട്ടും. അതിന് കൂടുതൽ ഗ്രോത്ത് കിട്ടണമെങ്കിൽ ഷോസ് മാച്ച്. In normal cases it won't happen. അപ്പം മനസ്സിൽ വെക്കേണ്ടത് ഫസ്റ്റ് ചതിയിൽ പെടാതിരിക്കണം. 2, ഗൾഫിൽ വരാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ 10 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഗൾഫിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് കൈകാലം പിടിച്ച് വരാതിരിക്കാൻ നിങ്ങൾ ആദ്യം തേടി വന്നാൽ മാത്രം കയറി വരിക. നിങ്ങൾക്ക് പത്ര കിട്ടുന്നുണ്ട്, എനിക്ക് 2 ലക്ഷം രൂപ എന്റെ കിട്ടുന്നുണ്ട്, നിനക്ക് 4 ലക്ഷം രൂപയും അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പിന്നെ ഫെസിലിറ്റിയും ആ കാര്യങ്ങളൊക്കെ തരാം, നീ എന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്ന് ചോദിച്ചാൽ അത് വെരിഫൈ ചെയ്തിട്ട് 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ആ ഓഫർ സ്വീകരിക്കുക. അല്ലാത്ത വർഷം 10 വർഷത്തെ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഫോർഗെറ്റ് അബൌട്ട് ഗൾഫ്, think about Europe or America and try to settle over there. That's fine. But don't come to Gulf for making your career grow. It is not a place for that. Wherever it was. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് അതിശയോക്തിയായിട്ട് തോന്നണം. അബുദാബിയാണ് UAE ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിലെ ഹെൽത്ത് കെയർ സെക്ടറിൽ, ഗവൺമെന്റ് ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ഒരു എഞ്ചിനീയറാണ് ഞാൻ. ഇപ്പോൾ നിലവില് അബുദാബിയിലുള്ള 12 ഹോസ്പിറ്റലുകളാണ് ഈ പറഞ്ഞ ഗവൺമെന്റ് അണ്ടറിലുള്ളത്. ഇത്രയും ഹോസ്പിറ്റലാണ് മെജോറിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതില് മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതില് അറബിക് സ്പീക്കിംഗ് അല്ലാത്ത സീനിയർ ലെവലിൽ ഇരിക്കുന്ന ഓരോ എഞ്ചിനീയർ ഞാൻ മാത്രമേ ഉള്ളൂ. അതെന്തോ ദൈവഭാഗ്യം, എന്താ പറയുക, എന്റെ ഒരു ഭാഗ്യം കൊണ്ടേ വർക്ക് ചെയ്യാൻ ഞാൻ കരുതുന്നു. അല്ലാണ്ട് എനിക്ക് അതിനുള്ള അത്രയും വലിയ കഴിവുള്ള മനുഷ്യനൊന്നുമല്ല. അപ്പം ബാക്കിയെല്ലാം ഈ നാട്ടുകാരും പിന്നെ ഉണ്ടെന്ന് വെച്ചാല് ഈ പറഞ്ഞ മറ്റ് അറബിക് കൺട്രീസിൽ വർക്കുള്ള ആളുകളൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ് നവഡേയ്സ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗൾഫിൽ വരാനുള്ള ഒരു മിഡ് റേഞ്ച് കരിയർ നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ വേണ്ടി മാത്രമുള്ള ഇടത്താവളമായിട്ട് കരുതുക. നമുക്കിവിടെ വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വളരെയേറെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് റൺ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സെക്ടറാണ് ഗൾഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്ന് നമുക്ക് ഇന്ത്യയിൽ ഇപ്പൊ നേരത്തെ സുരേഷൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസിയൊക്കെ ഇന്ത്യയിൽ വളരെ പരിതാപകരമാണ്. ഇവിടെ വരുമ്പോഴേക്കും അതിനൊക്കെ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കൊടുക്കുന്നത്. അപ്പം അത്തരം ഒരു JCA സ്റ്റാൻഡേർഡ് പ്രകാരം ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയിലൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് കുറച്ച് ഇന്റർനാഷണൽ എക്സ്പോഷറോട് കൂടി നാട്ടിൽ തിരിച്ചു വരുന്ന ഒരു ഹയർ പോസ്റ്റിലേക്ക് വീണ്ടും ജോലിക്ക് കാരണം അവിടെ കേപ്പബിലിറ്റി ഗെയിൻ ചെയ്യാൻ വേണ്ടി
മീൻ വൈ നമ്മളെ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം കുറച്ച് പൈസയും കൂടെ സ്വരൂപിച്ചിട്ട് തിരിച്ചു പോകാൻ പാകത്തിന് ഒരു ഇടത്താവളമായിട്ട് മാത്രം ശ്രമിക്കുക. അല്ലാണ്ട് ഗൾഫിൽ പോകുന്നത് ചിലകാലം എന്റെ ആഗ്രഹമാണ് എന്ന് മാത്രം മനസ്സിൽ കണ്ട് ഗൾഫിൽ ജോലിക്ക് വേണ്ടിയിട്ട് നാട്ടിലെ ജോലികളൊക്കെ കയറി വരരുത്. എസ്പെഷ്യലി വിസിറ്റേഴ്സിൽ വന്നിട്ട് ജോലി വരുന്നത് ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, പെട്ടുപോയവരുണ്ട്. ഇതൊക്കെയാണ് ഗൾഫിലെ ജോലിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയും. ചോദിക്കണം. പാവപ്പെട്ട പ്രവാസികളെ എല്ലാ അനുഭവങ്ങളും പറഞ്ഞു. എനിക്കൊരു സിമ്പിൾ ഡൗട്ട് ഉണ്ട്. നമ്മൾ ഈ പഠിച്ചിട്ട് എനിക്കൊരു 3 years എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് കേൾക്കുന്നുണ്ട്. അടുത്തൊന്നും കേൾക്കാൻ പറ്റില്ല. സർ എനിക്കിപ്പോ 3 years എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് ആവും. അപ്പൊ ഇനി പഠിച്ചിട്ട് നെക്സ്റ്റ് ഇനി ഹയർ ഒരു ഇതിപ്പോ മാനേജ്മെന്റ് ഓർ ലൈക്ക് ദാറ്റ് ഇഫ് ഐ സ്റ്റഡി ദാറ്റ് അതെങ്ങനെയായിരിക്കും കരിയർ? ഇപ്പൊ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് മാസ്റ്റേഴ്സ് പാരായണിക്ക് പോകാൻ താല്പര്യമില്ലാതെ ഒന്നില്ലേ മാർക്കറ്റിംഗ് ഓർ സംതിങ്. സോ അതിനെ പറ്റി സാറിന്റെ ഒപ്പീനിയൻ. സാർ പറഞ്ഞു നമുക്കൊരു അറബ് കൺട്രീസിൽ ഒരു 5-8 years ആണ് പറ്റുള്ളൂ. അപ്പൊ അതിനുശേഷം ഹയർ കോഴ്സ് ബാക്കി യൂറോപ്പ്. അപ്പൊ സാറിന്റെ ഒരു ഒപ്പീനിയൻ അതിനെ പറ്റി ഹയർ സ്റ്റഡീസ് അറബ് കൺട്രീസിൽ 5 years or 8 years പറ്റുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഇനി ചോദിച്ചാൽ അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ഇവിടെ വന്നിട്ട് നമുക്കൊരു ഗ്രോത്ത് ഇനി എക്സ്പെക്ട് ചെയ്യാൻ വലിയ പാടാണ്. കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് ജോബ് മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇപ്പൊ നാട്ടിൽ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് സെയിൽസിലാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിന് ബാക്ക് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും സെക്കൻഡ്ലി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അത് എത്ര കണ്ട് നിങ്ങൾക്ക് ഫ്ലുവന്റ് ആക്കി ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിനെ ആളുകളുമായിട്ട് പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത്തരം ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആസ് എ വുമൺ എഞ്ചിനീയർ യു സ്റ്റിൽ ഹാവ് എ ഗുഡ് ചാൻസ് ഇൻ ഗൾഫ് കൺട്രീസ് ഇൻ സെയിൽസ്, ഓക്കെ, നോട്ട് ഇൻ സർവീസ്. അപ്പൊ സെയിൽസിൽ നിങ്ങൾക്ക് എസ്പെഷ്യലി സെയിൽസിന് ആപ്ലിക്കേഷൻ ഫീൽഡിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നാട്ടിൽ എല്ലാവരുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ഡീലേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വേക്കൻസീസ് എവറി നവംബറിൽ വരാറുണ്ട്. അത് നല്ല ഫീൽഡ് തന്നെയാണ്. ഗൾഫില് അത് ഞാൻ പറഞ്ഞില്ലേ, ഗൾഫിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ടോ ടെക്നീഷ്യൻ ആയിട്ടോ ജോയിൻ ചെയ്താലുള്ള മെയിൻ ഡ്രോബാക്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതേസമയം സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ്. ഹൈലി സ്കിൽഡ് സെയിൽസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അതും വളരെ സ്പെഷ്യലൈസ്ഡ് ആണ്. നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അതിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ യു സ്റ്റിൽ ഹാവ് എ ചാൻസ്. ഓക്കെ, നിങ്ങൾ 8 വർഷം നല്ല ഇവിടെ ഒരു 15 വർഷം ആകുമ്പോൾ ഒരു കേൾക്കുമ്പോഴേ ഉണ്ടാവും. അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും വളരെ അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇപ്പോഴത്തെ ടൈമും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഠന രീതിയും അതിന് ഒരുപാട് എന്താ പറയുക എൻകറേജ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് എല്ലാം ഓൺലൈനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക കൊറോണ കാരണം. അപ്പൊ ആ ഒരു ടൈം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്പെൻഡ് ചെയ്യുന്ന മണി നിങ്ങൾ ഒരു വൈസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ കാണുള്ളൂ. മാനേജ്മെന്റ് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരിക്കലും ഒരു ലോ പ്രൊഫൈലിൽ വർക്ക് ചെയ്യുന്ന ആൾ ഒരു മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചു എന്ന് വെച്ചിട്ട് പുള്ളി ഒരു മാനേജർ പോസ്റ്റിലേക്ക് പെട്ടെന്ന് ഇമീഡിയറ്റ് ജമ്പ് കിട്ടണമെന്നില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പം നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്തിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ശ്രമിക്കാറുള്ളൂ. നിങ്ങളിപ്പം ഒരു ജൂനിയർ സെയിൽസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഒരു MBA പഠിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ആരും ഒരു മാനേജറായിട്ടോ ഒരു സീനിയർ എഞ്ചിനീയർ ആയിട്ടോ കൺസിഡർ ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുകയും പാരലി നിങ്ങൾ ഒരു മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ചോദിക്കുന്നവർ അടുത്തോട്ടൊന്നും ചോദിക്കണം. അപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റും. ഷാൻ എന്താണെന്ന് ഉണ്ടാവുന്നത്? ഞാൻ അവിടെ ഫ്രണ്ടിലിരിക്കുന്നു. അയക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, എന്ത് വേക്കൻസി വന്നാലും മെയിൽ കാൻഡിഡേറ്റ് മോഡലിംഗ് വന്നിട്ടുള്ളൊരു വേക്കൻസി ഉള്ളൊരു സംഭവം. പെൺപിള്ളേരെ ആർക്കും വേണ്ട. പക്ഷെ ഞങ്ങൾ കുറെ പേര് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്.
അപ്പം ഗൾഫിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ? നമ്മുടെ അതായത് സെയിൽസും സർവീസും ഒക്കെ ഞങ്ങളെ കൂടി എടുക്കോ? എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ വരിക? ആക്ച്വലി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡിൽ വളരെ ലീസ്റ്റ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. കാരണം വർക്ക് ചെയ്യാനായിട്ട് ഏബിൾ ആണെന്നുണ്ടെങ്കിൽ ആണാണോ പെണ്ണാണോ നോക്കേണ്ടത് ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ സിമന്റ് നോക്കാൻ പോകുന്ന തൊഴിലാളികളൊന്നുമല്ലല്ലോ. നമുക്ക് വേണ്ടത് കുറച്ച് സ്കില്ലും പിന്നെ കുറച്ച് ലോജിക്കലായിട്ടുള്ള തിങ്കിങ്ങുമാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗേൾസ് ധാരാളമാണ്. പക്ഷെ ഈ ഒരു കൾച്ചർ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ആൺകുട്ടികൾ മതി എന്ന് പറയുന്നതിനുള്ള ഒന്ന് രണ്ട് കാരണം പറയാൻ പറഞ്ഞുതരാം. മെയിൻലി ഫീൽഡ് സർവീസിലേക്ക് പോകുമ്പോഴേക്കും ഗൾഫ് കൺട്രീസിൽ നമുക്ക് മെയിൻലി വേണ്ടത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഇവിടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാന്നുള്ളത് അത്ര ഈസിയല്ല. അപ്പൊ ഈ ഒരു പെൺകുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആദ്യം കിട്ടുന്ന ജോലിയിൽ അങ്ങ് കയറുക പതിവ്. ഒന്നിനും വിസിറ്റ് വിസയിലോ ഹസ്ബൻഡ് വിസയിലോ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ചെയ്യുന്നത് അവർക്ക് വേണ്ടത് ഏർണിങ്സ് ആണ്. കാരണം ഇവിടെ വരുമ്പോഴേക്കും ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ വളരെ ഹൈ ആണ്. ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്താൽ മാത്രമേ ചിലപ്പോൾ ഒരു പക്ഷേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ വരുമ്പോൾ ആദ്യത്തെ ഒരു മാസം നമ്മുടെ ഫീൽഡിൽ തന്നെ ജോലി അന്വേഷിക്കും. ആ ഒരു മാസം കൊണ്ട് കിട്ടില്ലെങ്കിൽ അടുത്ത മാസം സാമ്പത്തിക ഭദ്രത താളം തെറ്റും. രണ്ടു മൂന്നും ജോലി ഉണ്ടെങ്കിൽ വരുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വരുമ്പോഴേക്കും കിട്ടുന്ന ജോലിക്ക് വരുന്നത് ഈ കിട്ടുന്ന ജോലി വരുമ്പോൾ ക്ലർക്കായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ആയിരിക്കും. ഒരു 3000 ദിവസത്തെ സാലറി കിട്ടും. അതേസമയം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും നമുക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ പ്രയോറിറ്റീസ് മാറും. നമ്മൾ വെൽ പ്ലാൻഡ് ആണെങ്കിൽ if you have a very good planning towards your future in biomedical field, definitely you should get advice from the leaders in this group. നമ്മുടെ ഫീൽഡിലുള്ള ആളുകളുമായിട്ടുള്ള അഡ്വൈസ് എടുത്തിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങളുടെ നാട്ടിലെ നിങ്ങൾക്ക് ഒരു ഫീൽഡ് സർവീസറായിട്ട് എഞ്ചിനീയർ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എടുക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ആ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾ ഇവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങളെ തന്നെ സെൽഫ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി there is a chance that you can be a very good field service engineer, or you can be a very good application specialist, or you can be a very good sales engineer. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങൾ എങ്ങനെ നിങ്ങളെ ഗ്രൂം ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ മാത്രമേ വേണ്ടുള്ളൂ. അല്ലാണ്ട് എനിക്കറിയാവുന്ന ഒത്തിരി പേരുടെ ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ആണുങ്ങളെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ലേഡീസ് ആണ്, എസ്പെഷ്യലി അക്രോസോട്ടും ഓൺകോളജിയും ഒക്കെ ഉള്ളത്. പിന്നുള്ളതെന്ന് വെച്ചാൽ സെയിൽസിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻ ഹൗസ് ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വേണ്ടത് പ്രോപ്പർ ഗൈഡൻസ് ആണ്. അത് നിങ്ങൾ അറിയാവുന്നവർ ചോദിക്കുക. അത് ഈ ഹോസ്പിറ്റലിൽ വരുന്ന പിന്നെ ഇപ്പം പത്രത്തിൽ വരുന്ന വേക്കൻസിയിൽ വി ലുക്കിംഗ് ഫോർ മെയിൽ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ടു കവർ അബുദാബി റീജിയൻ എന്ന് വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ അയക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അല്ലെങ്കിൽ ലെവൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു അപ്ലൈ ഫോർ ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കുകയും ചെയ്യുന്നുള്ളത്. ഓക്കെ. ഹായ് സർ, എന്റെ പേര് റോഷിത എന്നാണ്. ഞാനിവിടെ അമിഗോ മെഡിക്കൽ സിസ്റ്റത്തില് സെയിൽസ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. നമ്മൾ നോർമലി സെയിൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു പിന്നിലേക്കാണ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. അവർ വിചാരിക്കുന്ന അയ്യോ സെയിൽസ് നോർമലി എനിക്ക് തോന്നുന്നു ഒരു കൺസെപ്റ്റ് MBA ഒക്കെ പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ പോലും ചേച്ചി ഇതെന്തെങ്കിലും വേണോ അതെന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോഴും എല്ലാവരും ഇരിക്കുന്നത്. അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ വലുതായിട്ട് എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആമിഗോയിൽ കയറിയിട്ട് ഒരു 4 month ആയിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഒരു എക്സ്പോഷർ വെച്ച് എനിക്ക് കിട്ടുന്നതിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പോഷറാണ് സെയിൽസിൽ നിന്ന് കിട്ടുന്നത്. നമുക്കൊരു സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത് ആദ്യം എക്യുപ്മെന്റിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ അതിന്റെ നോളജ് ആദ്യം നമുക്ക് അക്യൂർ ചെയ്താൽ മാത്രമേ ഒരു കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നമ്മൾ കംഫർട്ടബിൾ സോണിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ സെയിൽ ചെയ്യാൻ. ആ കസ്റ്റമർ നമ്മളെ വിളിക്കുമ്പോൾ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ സർവീസിന്റെ കോൾസ് വരുന്നത് നമ്മളാണ് അയാളുടെ സെയിൽസ് പേഴ്സൺ എങ്കിൽ വരുന്നത് നമുക്കാണ് ആ കോൾ. അപ്പൊ അവരുടെ കംപ്ലയിൻസ് പ്രൈമറി കംപ്ലയിൻസ് ആണെങ്കിൽ ക്ലിയർ ചെയ്ത് നമ്മൾ കൊടുക്കണം. അപ്പൊ ഇതെല്ലാം ടെക്നിക്കലി കസ്റ്റമർ സർവീസ് പ്രൊഡക്റ്റ് നോളജ് എല്ലാം വരുന്നത് സെയിൽസിലേക്കാണ്. പക്ഷെ ഇതൊന്നും ആരും അവെയർ അല്ല. എല്ലാ നമ്മൾ വരുന്ന കാൻഡിഡേറ്റ്സ് പറയുന്നത് സെയിൽസ് ആണെങ്കിൽ വേണ്ട. ഷാരു ചേച്ചി ഒരു വീഡിയോ FB പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിലേക്ക്
നമുക്ക് ആ ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സെയിൽസ് എന്ന് പറയുമ്പോൾ പിന്നിലേക്കാണ്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ സെയിൽസ് എഞ്ചിനീയേഴ്സിന് അവിടെ ഗൾഫിലാണെങ്കിൽ അത് സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് അതെങ്ങനെയാണ് അവിടെ നമുക്ക് ഇവിടെ ചെയ്താലാണ് അങ്ങോട്ടേക്കുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്? നിങ്ങൾ പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം പലരും സെയിൽസിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മുടെ ഒരു ബ്രോഡർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മെഡിക്കൽ എക്യുപ്മെന്റിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട് റൈറ്റ് ഫ്രം ദി ഡിസൈൻ സ്റ്റേജ് അല്ലെ. നമ്മളൊരു പ്രോഡക്റ്റിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്ത് എൻഡ് യൂസേഴ്സോ ഡോക്ടേഴ്സിന്റെ ഒക്കെ റിക്വയർമെന്റ് മനസ്സിലാക്കി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമിന് സീമൻസിന്റെയോ ഫിലിപ്സിന്റെയോ അല്ലെങ്കിൽ സിലിക്കോൺ ബോർഡിന്റെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ഇവരുടെ നീഡ് അനുസരിച്ച് ഒരു എക്യുപ്മെന്റിനെ പുതുതായി ഡെവലപ്പ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഒരു എക്യുപ്മെന്റ് പുതിയ ഒരു ഫീച്ചർ ആഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് കൺസിഡേഴ്സ് എ ന്യൂ ഡിവൈസ്. ഈ ന്യൂ ഡിവൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമായില്ല, അതിനെ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് വൺ ഓഫ് ദി ബിഗസ്റ്റ് ചാലഞ്ച് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ കൺസിഡേർഡ് ആസ് ദി പാർട്ട് ഓഫ് ലൈഫ് സ്പാൻ ഓഫ് മെഡിക്കൽ ഡിവൈസ്. ഈ മെഡിക്കൽ ഡിവൈസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ലൈഫ് സ്പാൻ പാർട്ടാണ് ഈ പറഞ്ഞ മാർക്കറ്റിംഗ്. അത് കഴിഞ്ഞ് എൻഡ് യൂസേഴ്സ് യൂസ് ചെയ്ത് വന്നത് കൊണ്ട് മാത്രമേ ക്ലിനിക്കൽ എഞ്ചിനീയേഴ്സിനോ സിവിൽ സർവീസ് എഞ്ചിനീയറിനോ റോളുള്ളൂ. ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് എൻഡ് യൂസറിന്റെ കയ്യിൽ എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഈ പറഞ്ഞ സെയിൽസ് എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. ഈക്വലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പേരോ പെൻഷനോ ലാപ്ടോപ്പോ വിൽക്കുന്ന പോലെ മെഡിക്കൽ യൂസ് വിൽക്കാൻ പറ്റത്തില്ല. അതിന്റെ വാല്യൂ. അപ്പം അതിന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട കുറേ ഹോംവർക്സ് ഉണ്ട്. ഇതിന് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് യുവർ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ്. അത് നിങ്ങൾക്ക് കാര്യം അറിയാവുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ബാക്കിയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. വാട്ട് ഡസ് ദിസ് മെഷീൻ ഡു? അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ഷുഡ് റിയലി അണ്ടർസ്റ്റാൻഡ് വേർ ഐ എം ലാക്കിംഗ്. എനിക്കുള്ള കേപ്പബിലിറ്റിയിൽ ഞാൻ എവിടെയാണ് പിന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയില് സെയിൽസ് എഞ്ചിനീയർ ആയിട്ടോ സെയിൽസ് കോർഡിനേറ്റർ ആയിട്ടോ വർക്ക് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ ഇപ്പോൾ ഉണ്ട് എന്റെ കയ്യിൽ, അത് ആയിട്ട് ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഫാറിസിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അത് ഒരു പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ഇല്ലെങ്കിൽ ഭാഷയാകാം, ഇല്ലെങ്കിൽ ബയോളജി നമുക്ക് മൾട്ടി ഭാഷകൾ സംസാരിക്കാൻ വേണ്ടിയുള്ള കേപ്പബിലിറ്റീസ് ആണ്. അതെല്ലാം നിങ്ങൾ അഡ്രസ് ചെയ്ത് ഇപ്പൊ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കാം. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ പുതിയ രാജ്യത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് കാണുന്നതിലൊക്കെ അവിടെ നിന്ന് അപ്ലൈ ചെയ്യുക, ഇന്ത്യയിൽ ചെന്നുകൊണ്ട് തന്നെ ഓരോന്നും അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്ര കണ്ട് നിങ്ങളെ ആവശ്യമാണ് എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിക്കിപ്പിട്ട് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് പ്രശ്നമാകും എന്ന് ആ കമ്പനി പറയുകയാണ്. അവിടെയാണ് നിങ്ങൾ വിജയം. അതാണ് മറ്റൊരു കമ്പനിക്കാരൻ വിദേശത്താണെങ്കിലും അല്ലെങ്കിൽ വേറെ രാജ്യത്താണെങ്കിലും നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചതൊരു ഫാക്ടർ. അപ്പോൾ ഇപ്പോഴെന്ത് ചെയ്യുന്നു അത് ഭംഗിയായിട്ട് ചെയ്യുക. പാർട്ടി വേറെ രാജ്യത്തേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ രാജ്യത്തിന്റെ എനിക്ക് എന്തൊക്കെ കൂടെ മാറ്റങ്ങൾ ഞാൻ വരുത്തിയാൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നോക്കുക. അത്രേ വേണ്ടു. ബാക്കി ഓട്ടോമാറ്റിക്കലി വരും. സെയിൽസ് ഗൾഫിലേക്ക് കാണുന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ 3 ഇയർ എക്സ്പീരിയൻസുമായിട്ട് വരുന്നതായിരിക്കും ഒപ്പിക്കുക. ഇല്ലാതെ അതിൽ താഴെ എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ യു സ്ട്രഗിൾ നോട്ട് ടു കോമ്പീറ്റ് വിത്ത് അതർ പീപ്പിൾ ഓവർ ഹിയർ. സോ ബെറ്റർ ഗെയിൻ മിനിമം 3 ഇയേഴ്സ് എക്സ്പീരിയൻസ്. സെയിൽസിനെ കുറിച്ചൊന്ന് അവയർനെസ് കൊടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം അവർക്ക് ആ ഒരു ലാക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ ഫേസ് ചെയ്യുന്നപ്പോ നമ്മളിപ്പോ റിക്രൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളായിട്ട് അത് സെയിൽസ് പറയുമ്പോൾ അത് ഒരു ഫോക്കസ് കിട്ടുന്നില്ല. സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫോക്കസ് കിട്ടാതിരിക്കും. അവര് സെയിൽസ് ആണ് സർവീസ് ആണെന്ന് പറഞ്ഞ് അതിലേക്ക് അങ്ങനെ ട്രാക്ക് ചെയ്ത് വരുന്നില്ല. അതിന് മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരിക്കുലത്തിൽ എവിടെയും സെയിൽസിനെ കുറിച്ച് പറയുന്നില്ല. നമ്മളൊരു ടെക്നിക്കൽ പേഴ്സൺ ആയിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയാണ് പഠിക്കുന്നത് തന്നെ. അപ്പൊ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഞാനൊരു മെഷീൻ വിൽക്കാൻ പോകുന്ന ഒരാളായിട്ട് അതിനെ കിട്ടത്തില്ല. ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡിലാണ് തുടങ്ങുന്നത് തന്നെ. മെഷീൻ വിൽക്കാൻ എന്നെ കിട്ടത്തില്ല, അത് വേറെ ആളെ വിൽക്കും.
പക്ഷെ അതിനുള്ള സ്കോപ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്ത ഒരാളാണ്. എന്റെ കുടുംബം നോക്കിക്കൊണ്ട് പോകാൻ മക്കളെ പഠിപ്പിക്കാനുള്ള കാശ് എനിക്ക് വർക്ക് ചെയ്തല്ലേ കിട്ടുന്നു. പക്ഷെ ഞാൻ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ, അതായത് 7 ലക്ഷം 8 ലക്ഷം രൂപയൊക്കെ മാസം ശമ്പളം വാങ്ങിക്കുന്ന സെയിൽസ് എഞ്ചിനീയേഴ്സ്, സെയിൽ മാനേജേഴ്സിനെ എനിക്കറിയാം. അവര് മെഷീൻ വിൽക്കാൻ ചെയ്യുന്നത്, പണ്ടും മെഷീൻ വിൽക്കുന്നു, ഇന്നും വിൽക്കുന്നു. അപ്പം ഇൻ ടേംസ് ഓഫ് എവിഡൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ ടേംസ് ഓഫ് വർക്ക് റെപ്യൂട്ടേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ ടേംസ് ഓഫ് നെറ്റ്വർക്കിംഗ് നോക്കുകയാണെങ്കിൽ അവരാണ് ലീഡ് ചെയ്യുന്നത്. സെയിൽസ് അഗ്രസീവായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷൻ ഫീൽഡിലുള്ള ആർക്കും കിട്ടത്തില്ല. എന്നെ 10 പേര് അറിയാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ടാണ്. കാരണം ഞാൻ മാത്രം സംസാരിക്കാൻ തുടങ്ങി, ഞാൻ എന്തെങ്കിലും എഴുതാൻ തുടങ്ങി. പണ്ട് ഹോസ്പിറ്റലിൽ എനിക്ക് പണി ചെയ്തിരുന്നപ്പോൾ എന്നെ ആർക്കും അറിയില്ലായിരുന്നു. എനിക്ക് ആ 5-6 പേര് അറിയാം. ഇപ്പൊ ഇന്ന് 100 പേർക്ക് അല്ലെങ്കിൽ 1000 പേർക്ക് എന്നെ അമിത്ഷാ എന്ന് പറയുമ്പോൾ അറിയണമെന്നുണ്ട്. കാരണം എന്താണ്? ഞാൻ മാത്രം സംസാരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്നെ ആർക്കും അറിയില്ല. അതുപോലെ തന്നെയാണ് ഈ സെയിൽസിന്റെ കാര്യം. നമ്മൾ ഒരു മടി കൂടാതെ നമുക്ക് പറയാനുള്ള, സത്യസന്ധമായിട്ട് പറയാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടെങ്കിൽ, നത്തിങ് ക്യാൻ കോമ്പീറ്റ് വിത്ത് സെയിൽസ്. Even field service engineer or even a clinical engineer who is very well known, അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഒരു സെയിൽസ് എഞ്ചിനീയറിന് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി. താങ്ക് യു സർ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മതിയാക്കൂല്ലേ? സമയം കഴിഞ്ഞില്ലേ? ഇനി ഡൗട്ട് ഉണ്ടാക്കുന്നില്ല? ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞില്ലേ? ആദ്യത്തെ ആരോ ഇക്കയുടെ ഇത്രയൊരു നല്ല സമയം, അതായത് എനിക്കൊന്ന് തിരക്കിന്റെ ഇടയിലും നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഒരു ക്വാളിറ്റി ടൈം മാറ്റി വെച്ചല്ലോ. ഒരു കാര്യമുണ്ട്, വലിയ തിരക്കൊന്നുമില്ല. ഓക്കെ. അപ്പം നന്ദി. നമുക്ക് കുറെ ആളുകളൊക്കെ കിട്ടി, നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് കൂടെ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റി. അപ്പം താങ്ക് യു സോ മച്ച് ഫ്രം ഞങ്ങളുടെ എല്ലാവരുടെ സൈഡിൽ നിന്ന് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ ജോയിനിങ് us. Thank you.